എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമൊക്കെയാലോ. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും ഈ മഴക്കാലമൊക്കെ തുടങ്ങി പുതിയ സ്കൂളിലേക്ക് നിങ്ങൾ എടുക്കുമല്ലോ. പുതിയ സ്കൂളിലേക്ക് എടുക്കുമ്പോൾ ഒത്തിരി സാധനങ്ങൾ അതൊക്കെ നിങ്ങൾ മേടിച്ചിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, നമ്മൾ ഇനി അതിനെ പറ്റിയുള്ള ചർച്ചയാണ് ഇവിടെ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും പുതിയ ബാഗ് എല്ലാം മേടിച്ച് സെറ്റപ്പൊക്കെ ആക്കി പൊതിഞ്ഞുണ്ടാവില്ലേ. അപ്പോൾ എല്ലാവരും അങ്ങനെ പൊതിഞ്ഞൊക്കെ വച്ച് സുന്ദര കുട്ടപ്പന്മാരാക്കിയില്ലേ നിങ്ങളുടെ ബുക്കിനെ. അതാണ് റീസൺ നിങ്ങൾ ഈ ബുക്കൊക്കെ ഇങ്ങനെ പൊതിയണത്. ഇങ്ങനെ ബുക്ക് പൊതിഞ്ഞാൽ പ്രത്യേകിച്ച് ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ബുക്ക് പൊതിഞ്ഞ് തുറക്കുമ്പോൾ ആ കളറും ഈ ബുക്കിൻ്റെ കളർ നല്ല മാച്ചാകുമ്പോൾ നമുക്ക് ഈ ബുക്കിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കാനുള്ള ഒരു കൊതി വരും. കാരണം ആർക്കൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് പറയുമ്പോൾ നല്ല കൊതി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 1 മില്യൺ സബ്സ്ക്രൈബ്സ് ആവുക. നിങ്ങൾ എൻ്റെ വീഡിയോക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. എത്ര ആൾക്ക് 1 മില്യൺ സബ്സ്ക്രൈബ്സ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? വലിയ ഗീവ്. സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരുടെയും പേര് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും നല്ല ഗീവ് അവ തരുന്നതായിരിക്കും. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. ഒരിക്കലും മറക്കരുത്. ഷെയർ ചെയ്യണം, ഒന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ പുതിയ കൂട്ടുകാരനെ നിങ്ങൾക്കറിയാം. നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് 2 ഗസ്റ്റ്സ് വന്നിട്ടുണ്ട്. ആരൊക്കെയാണെന്നറിയോ? കിച്ചു ആൻഡ് മിക്കി. നമ്മുടെ ഈ ചാനലിൻ്റെ പേരെന്നാ? മിക്കീസ് വിത്ത് ഹൈറ്റ് ഹക്ക്. മിക്കീസ് വിത്ത് ഹൈറ്റ് ഹക്ക് വാച്ച് ആൻഡ് കിച്ചു. അങ്ങനെയല്ലേ ആ മിക്കി ആൻഡ് കിച്ചു. ഇതില്ലേ ആ 2 പേര് നമ്മൾ കാട്ടുകളുണ്ടോ. ഇപ്പം തന്നെ നമ്മൾ കാട്ടുന്നതായിരിക്കും കേട്ടോ. എങ്ങനത്തെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അതിപ്പം ഞാൻ അറിയിക്കാം. നമ്മളെ മിക്കീനൊക്കെ ഇപ്പം നല്ല മഴയാട്ടോ പുറത്ത്. ഈ ഫാനേ ഇങ്ങനെ കണ്ടോ, ഈ ഫാനൊക്കെ ഇട്ടിട്ട് ഞാനൊരു ഇരിക്കുന്നത്. നല്ല തണുപ്പുണ്ട് കേട്ടോ. പുറത്ത് പൊടിച്ചങ്ങനെ കിടക്കാൻ തോന്നുന്നു. ബ്ലാക്ക് ഇട്ടിട്ട് പോലും എനിക്ക് ചൂടേ എടുക്കുന്നില്ല. തണുത്ത് വിറയ്ക്കുന്നു. പക്ഷേ രാവിലത്തെ കാര്യം ഈ ഫാനൊക്കെ ഈ തണുപ്പ് ഇപ്പോൾ തന്നെ പോകും. കാരണം ചൂട് ഓരോ സ്ഥലത്തു നിന്ന് കയറിക്കോറി ഇങ്ങോട്ട് വരും. അപ്പോൾ നമ്മൾ ഫാനിട്ട് AC ഇട്ട് കൂളർ വെച്ച് എല്ലാം ആക്കണം. നിങ്ങൾ ഏതെങ്കിലും AC ഫാൻ മാത്രമല്ലോ കൂളർ മേടിക്കുന്നത്. അടുത്ത ഈ സമ്മറാവില്ല അന്നേരം കൊടും ചൂടായിട്ട് ഗൈസ്. നമ്മുടെ ഡാൻസ് ക്ലാസ്സിൽ വെച്ച് പറഞ്ഞാൽ നമ്മൾ ചാവും. അതേപോലെ ആയിപ്പോയി. അമ്മാതിരി ഒരു ടെൻഷനായി പോകും ഗൈസ്. ചൂട് എല്ലാം കൂടിപ്പൊഴിച്ചൊക്കെ വരുമ്പോഴേ ഇതാവും. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ. അപ്പം നിങ്ങൾക്കറിയും എൻ്റെ മേക്കപ്പ് എങ്ങനെയാണ്. ഞാൻ ആക്ച്വലി 1 ഡേ നോർമൽ മേക്കപ്പിൻ്റെ എൻ്റെ നോർമൽ മേക്കപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കാട്ടിത്തരാം. നോർമൽ മേക്കപ്പ് ഫസ്റ്റ് തന്നെ ഞാൻ നോർമൽ മേക്കപ്പിന് യൂസ് ചെയ്യുന്നത് മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഞാനവിടെ പുറത്തെടുത്ത് വയ്ക്കുകയാണ് ഗൈസ്. എന്തൊക്കെയാണ് ഞാൻ മേക്കപ്പ് ചെയ്ത് കാട്ടിത്തരാം. ഞാൻ കുളിച്ചു. മെയിൻ കാര്യങ്ങൾ ഞാൻ കാട്ടിത്തരാം എന്തൊക്കെയാണ്. എല്ലാം ആയിട്ടുണ്ട്. ഈ മെയിൻ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ വാസ്ലിനാണ്. നോർമൽ മേക്കപ്പ് ചെയ്യുമ്പോൾ ഞാൻ ആകെ 3 സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ മെയിനായിട്ട് എനിക്ക് വേണ്ടത് വാസ്ലിനാണ്. ഈ വാസ്ലിൻ ഞാൻ ചുണ്ടേ തേക്കും, മൂക്കിന് ഈ ഭാഗത്തായിട്ട് തേക്കും. നല്ല ഗ്ലോയിങ് വയ്ക്കും. പിന്നെ സിന്ദൂരം ചന്ദ്രനായിട്ട് യൂസ് ചെയ്യും. പിന്നെ ഐലൈനർ. ഈ 3 സാധനങ്ങളാണ്. കൊതുകിനുള്ള സമയത്ത് നല്ല കൊതുക് ശല്യമുണ്ട്. ഇവിടെ നല്ല കൊതുകിൻ്റെ റബ്ബറിൻ തൊട്ട നിറച്ചു. കൊതുകിൻ്റെ ശല്യമാണ് നിറച്ചു. അപ്പോൾ ഗായ്സ് നമുക്ക് ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഐലൈനർ ആയിട്ട് യൂസ് ചെയ്യണം. നമ്മൾ ഐലൈനർ യൂസ് ചെയ്യുമ്പോൾ
അതിനാണ് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഐലൈനർ എഴുതുന്നത് ഒരു ഭാരം ഇങ്ങനെ ഇതുകൊണ്ട് ഗൈസ് ഇതേപോലെ ഇങ്ങനെ ഇട്ടെടുക്കും. നമുക്ക് ഇപ്പോൾ തൊട്ടെടുക്കാം. രണ്ട് അടുത്ത് ഗൈസ് ഒരേപോലെ വന്നിട്ടുണ്ട്. നമുക്ക് പൊട്ടും കൂടി തൊട്ടെടുക്കാതെ നമ്മൾ പൊട്ടും കൊണ്ട് തൊട്ടെടുത്ത് നമ്മൾ സെറ്റ് ആയിട്ടുണ്ട്. ഐലൈനർ കൊണ്ട് യൂസ് ചെയ്യുന്നത് ഇതാണ്. ഇത് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് വാസ്ലീനാണ്. ഫസ്റ്റ് ഐലൈനർ, സെക്കൻഡ് ഐലൈനറാണ് ഗൈസ് നമ്മുടെ വാസ്ലീൻ. നമുക്ക് നോക്കി വെച്ച് നമ്മൾ പരുത്തി കൊടുത്തിട്ട് നമുക്കൊന്ന് അതേപോലെ നല്ലതായിട്ട് തേച്ച് കൊടുക്കാതെ നല്ല ഗ്ലോ വന്നാണ്ടോ നമുക്ക് സെൻറ്റിക്കേട് ചേർക്കാം. ഞാൻ പുറത്ത് പോയില്ലെങ്കിലും വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ ലിപ് ബാമിൻ്റെ പകരം ലിപ്സ്റ്റിക്കിൻ്റെ പകരം യൂസ് ചെയ്യുന്ന വാസ്ലിനാണ്. ലിപ്സ്റ്റിക്ക് ലിപ് ബാം അതിനൊക്കെ അപ്പുറമായിട്ടാണ് ഗൈസ് നമ്മുടെ ഈ വാസ്ലിൻ തേക്കുമ്പോൾ കാണാൻ അടിപൊളിയാണ്. നല്ല ഗ്ലോയും വയ്ക്കും. നമുക്കിനൊക്കെ നല്ല ഗ്ലോയും ഫ്രിഡ് വെച്ചിട്ടുണ്ട്. ഇനി ഒരു സാധനം ബാക്കിയില്ല, നമ്മുടെ സിന്ദൂരമാണ്. ഈ സിന്ദൂര് നമ്മൾ കഴിഞ്ഞ ചടുപ്പ് കേട്ടോ. പപ്പാൻ്റെ വഴക്ക് പറയും, അടിക്കൊന്നും ചെയ്യില്ല, വഴക്ക് പറയും. നമ്മളിങ്ങനെ 3-4-5 റൗണ്ട് ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ പാത്തിന് കളർ കിട്ടും. അതായത് നമുക്ക് ഇങ്ങനെ തൊട്ടെടുക്കാം കേട്ടോ. ചില സമയത്ത് തൊടുമ്പോൾ നല്ല ലുക്സ് വരില്ല, നൈസായാൽ അന്നേരം നമുക്ക് ഇങ്ങനെ ഇതേപോലെ എന്നാ പോലെ പല ലുക്സ് ഒന്നും വരില്ല. അപ്പം ലുക്ക് ഓരോടി വെച്ച് ഹെയർ സ്റ്റൈൽ ചെയ്യും. ഇപ്പം നല്ല ലുക്ക് വന്നില്ലേ. വെണ്ണല പേപ്പർ ഗൈസ് ഇതേപോലെയാണ് എങ്ങനെയുണ്ട് സൂപ്പറല്ലേ. ഇനി നിങ്ങൾക്ക് 2 ഫോട്ടോസ് കാണിത്തരാവേ. അപ്പോൾ നിങ്ങൾ എൻ്റെ മിനീസ് മേക്കപ്പ് വിത്ത് വാച്ചിങ് കണ്ടോ. അപ്പോൾ ബൈ ബൈ കൂട്ടുകാരെ, see you. Bye friend, Sunny out.